പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു ഫ്രഷ് കണ്ടൻറ്റ് ചെയ്യാൻ പോകണം. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫ്രഷ് പ്രാങ്ക്. ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ രൂപം മാറി ഒരു സ്ത്രീയുടെ രൂപത്തിലായിട്ട് നമ്മുടെ പ്രശസ്ത യൂട്യൂബറായ മാസ്റ്റർ മൈൻഡ് മനുവിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അദ്ദേഹത്തെ നമ്മളൊരു സബ്സ്ക്രൈബറാണ്, ഒരു ഫാനാണെന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ പറ്റിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ രൂപമാറ്റം ആരംഭിക്കാം. മറ്റേ പർദ്ദയൊന്നും കിട്ടിയില്ല കേട്ടോ, അതിൻ്റെ ശരിയായ പേരെന്ന് അറിയാൻ പാടില്ല. നമുക്ക് തൽക്കാലം ഇങ്ങനെ ചുറ്റിക്കെട്ടി ആരും അറിയാത്ത പോലെ നമ്മളെ സംശയമൊന്നും തോന്നത്തില്ല. നമ്മൾ ഭയങ്കര പ്രശസ്ത ആണല്ലോ, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഒരു സ്ത്രീ എന്ന രൂപത്തിൽ ഇങ്ങനെ ചെന്ന് കയറി കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇത് ഞാനാണെന്ന്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയായി രൂപം മാറി ചെന്ന് പറ്റിക്കാൻ പോവുകയാണ്. അപ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ചെറിയ മൊബൈലിനകത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ആ മൊബൈൽ ആരും കാണാത്ത പോലെ നമ്മൾ ഒളിപ്പിച്ച് വെക്കുക. ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ വീട്ടിലേക്ക് നേരെ കടന്നു ചെല്ലുക. കടന്നു ചെന്ന് നമുക്കിനി ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് റിവ്യൂവോടെ അങ്ങ് തുടങ്ങാം. ഓക്കേ. ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാലഹരണപ്പെട്ടു പോയ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച ഒരു പ്രത്യേകതരം പ്രാങ്കാണ്. ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നു, ഭർത്താവ് ഭാര്യനെ പറ്റിക്കുന്നു. സ്ക്രിപ്റ്റഡേ അല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തരം പ്രാങ്കാണ്. ഇത്തരത്തിലൊരു പ്രാങ്ക് നടത്തി നമ്മുടെ ടി ഫാമിലി ഇപ്പോൾ തേഞ്ഞൊട്ടിയ ഫാമിലിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായ ശൈലിയിൽ എന്തൊക്കെയാണ് ഇതിനകത്തെ പോരായ്മകൾ എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നു, ഈ വീഡിയോ ആരെയും വ്യക്തിപരമായി അവഹേളിക്കാനോ മുറിവേൽപ്പിക്കാനോ ഒന്നുമല്ല. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസായി മാത്രം കാണുക. വീഡിയോയിലേക്ക് പോവാം. കാണാമല്ലോ അല്ലേ? തുടങ്ങാം. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, എത്ര കാലമായി നമ്മൾ എന്ത് ചെയ്തിട്ട് പ്രാങ്ക് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളൊരു പ്രാങ്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഈ പ്രാങ്ക് എത്രത്തോളം സക്സസ് ആവുന്നുള്ള കാര്യം അറിയില്ല. കാരണം സക്സസ് ആകാതിരിക്കാനൊന്നുമില്ല. പക്ക സ്ക്രിപ്റ്റഡ് 110, 111, 112% സക്സസോട് സക്സസ്. ഇത്രയും സക്സസ് റേറ്റ് ഉള്ള ഒരു സാധനം പോലും ഞാൻ കണ്ടിട്ടില്ല. അത്ര സക്സസ്. ഇതിനുള്ള പരിപാടികളും കാര്യങ്ങളും അത്രക്കും എന്താ പറയാ ഡൗട്ട്ഫുൾ ആയിട്ട്. അതായത് ഷെമിയാണല്ലോ ഉണ്ടാകുക, ഞാൻ ഉണ്ടാവില്ലല്ലോ, ഞാനാണോ ഈ പെണ്ണ്. അപ്പൊ ഏതായാലും അവിടുന്ന് ഷെമി എങ്ങനെ റിയാക്ട് ചെയ്യും, അതായത് ഈ സംസാരം കേട്ടപ്പോൾ എന്താ എനിക്ക് ഓർമ്മ വന്നു അറിയോ? നമ്മുടെ രണ്ടുപേരും ശബ്ദം ഒരേപോലെ ഇരിക്കുന്ന ഒരു സാധനമില്ലേ, നമ്മുടെ ശ്രീനിവാസനൊക്കെ ചെയ്തേ, ആ സാധനമാണ് ഈ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾ ഈ ഡ്രസ്സ് ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിച്ചോളുക. കാരണം ഭാര്യയുടെ ഡ്രസ്സാണ് ഭർത്താവ് എടുത്തിട്ട് ചാമ്പുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഈ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് വൈകിട്ട് വരുമ്പോൾ എൻ്റെ ഭാര്യയെ ഇത്തരത്തിൽ ഞാൻ പറ്റിക്കുന്നുണ്ട്. കണ്ണ് കണ്ടാൽ പോലും മനസ്സിലാവില്ല, പക്ഷേ ഡ്രസ്സ് കാണുന്ന പറഞ്ഞാൽ മനസ്സിലാവും. ഇത് നമുക്ക് ബാക്ക് കാണാം. ഞാനിങ്ങനെ വീഡിയോ കാണുന്നുണ്ട്, അങ്ങനെ വന്നതാ. കേറിക്കോടി. ഇവിടെ ആരുമില്ലേ? നിങ്ങൾ ആ ശബ്ദം കേട്ടോ? അറിയാത്ത ഒരാൾ പേരും നാളും ഒന്നും പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേനും കയറിക്കോളി എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിയിരുന്നു. അകത്തേക്ക് കയറിയിരുന്ന ശേഷം ആ ലേഡി ആയിട്ടുള്ള ആൾ ഡോറ് ലോക്ക് ചെയ്ത സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇത് എത്ര ശതമാനം പ്രാക്ടിക്കലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇച്ചിരിയും കൂടെ ലൂപ്പ് ഹോൾ മറച്ചെഴുതി കഴിഞ്ഞാൽ നന്നായിരിക്കും. വേണമെങ്കിൽ നമ്മുടെ ജിത്തു ജോസഫിൻ്റെ അടുത്ത് കുറച്ച് നാൾ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ ഉത്തമമായിരിക്കും. ബാക്കി കാണാം. ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരുന്നായിരുന്നു. ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതൊന്നും അറിയാതാണ് പുള്ളിക്കാരി കഥ കടച്ചത്. അത് പോട്ടെ, അതൊരു അബദ്ധം പറ്റിയതാണ്, നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. ബാക്കിയിലാണ് നമ്മുടെ ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഷെഫ് ഇവിടെ ഇല്ല. ഇവിടെ പോയി പുറത്തു പോയതാ. എന്താ വീഡിയോ എടുക്കണ്ടോ?
നമ്മുടെ ബ്രില്യൻ്റായ ചേച്ചി കണ്ടുപിടിച്ചിരിക്കുകയാണ് വീഡിയോ എടുക്കുകയാണെന്നുള്ളത്. നമ്മുടെ മറ്റേ സിനിമ അല്ല മറ്റേ കോമഡീസ് ചോദിക്കത്തില്ലേ, നിങ്ങൾ എൻ്റെ വീഡിയോ എടുക്കണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ, ആ സാധനമാണ്. പക്ഷേ പുള്ളിക്കാരി വീഡിയോ എടുക്കുകയാണെന്ന് പുള്ളിക്കാരിയുടെ ഭയങ്കര ബുദ്ധിയിൽ സ്കില്ലിൽ ഇത് പൊക്കിയിരിക്കുകയാണ്. അല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാനൊരു വ്ളോഗറാണ്, ഞാൻ വീഡിയോ എടുക്കുകയാണ്, കുഴപ്പം എന്താണെന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് സ്കിപ്പ് അടിച്ച് കുറച്ച് ബാക്കിലായിട്ട് പോവാം. ഇതിനകത്ത് നമുക്ക് സംശയം ജനിപ്പിച്ച ഒരു കാര്യം, ഒരു റൂമിൽ ഇങ്ങേ അറ്റത്തൊരു സോഫ അങ്ങേ അറ്റത്തൊരു സോഫ, ഇങ്ങനെ ഇവർ ഓപ്പോസിറ്റ് ഇരുന്നിട്ടോ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടുന്നും അവിടുന്ന് സംസാരിക്കുന്ന സാധനം ഒരു ഇച്ചിരി പോലും ക്ലാരിറ്റി വ്യത്യാസമില്ലാതെ കൃത്യമായി കേൾക്കാം. അത് പോട്ടെ, അതെങ്ങനെയെങ്കിലും പിടിച്ചാന്ന് വിചാരിക്കാം, നമുക്ക് ബാക്കി കാണാം. ഇതിനകത്ത് കോൾ ചെയ്യുമ്പോഴത്തേനും അവിടെ കോൾ അടിക്കുന്നത് ഇവിടെ കേൾക്കാം, മറ്റേ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഷെഫിനെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ പുറത്തേക്ക് ഇരിക്കുന്നുണ്ടോ? എന്തിനു പുറത്തേക്ക് ഇരിക്കണം? നിങ്ങൾ ആരാ കോളൊക്കെ ചെയ്യുന്നേ? അതാ കോൾ ചെയ്ത വോയിസാണ് നിങ്ങൾ കേട്ടത്. ഇതിനി നമുക്ക് ഒന്നുകൂടെ കേൾക്കാം, അതിലേക്ക് നമുക്ക് നേരെ പോവാം. വെള്ളം അവർ അടുക്കളയിൽ പോയി നിൽക്കുമ്പോൾ വരെ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാം. അതിന് സൗണ്ട് എക്സ്ട്രാ കയറ്റിയതാണോ എന്നറിയില്ല. കയറ്റിയതല്ല എന്ന പക്ഷത്തിൽ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് പ്രൂവ് ചെയ്ത് തരാം. ഇവിടാണ് ഞാൻ മൈക്ക് വെച്ചിരിക്കുന്നത്. ഇത് ബോയയുടെ അത്യാവശ്യം നല്ല മൈക്കാണ്. അവർ ഉപയോഗിക്കുന്ന വേറെ 10,000-15,000 മൈക്കാണ്. ഇതൊരു 1,000-1,500 വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇവിടെ വെക്കുന്നു, ഇവിടെ വെച്ചിട്ടുണ്ട്. ഹലോ കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ഈ ഇത്രയും ദൂരത്തിൽ തന്നെ ഒരു 3 സ്റ്റെപ്പ് മാറിയപ്പോഴത്തേനും ഞാൻ ഒരു 3 സ്റ്റെപ്പ് മാറിയപ്പോഴത്തേനും സൗണ്ടിൽ വന്ന മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അടുക്കളയിൽ വരെ പോയിട്ട് ഇവരിന്ന് നിന്നതിനകത്ത് ക്ലിയർ ആയിട്ട് അവരുടെ ഫോണിൽ മറ്റേ ഇതിലാണ്, സ്പീക്കറിലാണോ എന്ന് നമുക്കറിയില്ല, ഈ കാര്യങ്ങളും മറ്റേ സംസാരിക്കുന്നതെല്ലാം കൃത്യമായി കിട്ടി കേട്ടോ. സംശയമൊന്നും ഇതുവരെ ആർക്കും ഇല്ലല്ലോ. ഇനിയിപ്പോൾ പോട്ടെ, അവർ ബാക്കിൽ കൂടി സൗണ്ട് കയറ്റിയതാണെങ്കിലും ഈ ഫോൺ വിളിക്കുന്നതാണെങ്കിലും അവിടെ നിന്ന് അവർ ഫോൺ വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ആരെയാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതങ്ങനെ അത്രയും ദൂരത്തുനിന്ന് കേട്ടു എന്നുള്ളതാണ് എൻ്റെ അടുത്ത സംശയം. സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിച്ച ഒരു സംശയം. സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്ക് ഇതുവരെ സംശയമില്ല കേട്ടോ. ഇനി നമുക്ക് ബാക്കിയും കൂടെ കണ്ടു നോക്കാം. കട്ട് ചെയ്ത സംഭവത്തെ എന്താ സംസാരിക്കുന്നേ? നിങ്ങൾ സംസാരിക്കുന്ന എനിക്കൊന്നും മനസ്സിലാവില്ല. വീട്ടിൽ കയറുക, കോളിമേൽ അടിക്കുക, പെട്ടെന്ന് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരിക. ഇപ്പൊ കിച്ചണിലൊക്കെ വരാൻ ഞാൻ ആരാ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞില്ല. ആക്ച്വലി ഇതായിരുന്നു അവരുടെ പ്ലാൻ. ബെല്ലടിക്കുക, ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരിക. പക്ഷെ ചെറുതായിട്ടൊന്നും പാളി വരും, ഉള്ളിലേക്ക് വരും എന്ന് ആദ്യം പറയുന്നുണ്ട്, കയറിയിരിക്കുന്നുണ്ട്. പക്ഷെ അത് ചെറുതായിട്ടൊന്നും പാളിപ്പോയി അവർ എന്നെ എഡിറ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സാധനമുണ്ട്, അത് നമുക്ക് നോക്കാം. ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ മര്യാദ ഉണ്ടായിട്ടാണോ? എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ ഈ പർദ്ദ. ഏത് പർദ്ദ? ഈ പർദ്ദ മാത്രം പരിചയമില്ല. ഇത് ഇത്രയും നേരം അത് അവരുടെ ഭർത്താവിൻ്റെ കണ്ണുകൾ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല. അത് കണ്ണെഴുതുവോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒന്നുമില്ല. ഈ കണ്ണുകൾ തന്നെ, അതൊരു പുരുഷൻ്റെ കണ്ണുകളാണെന്നോ ആ കണ്ണുകൾ തൻ്റെ ഭർത്താവിൻ്റെ ആണെന്നോ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈ പർദ്ദ കണ്ടപ്പോൾ കണ്ടുപിടിച്ചു. പർദ്ദ കണ്ടപ്പോൾ കണ്ടുപിടിച്ചതിനകത്തും എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ നോക്കിക്കോണേ. അല്ല ഇത് നമുക്ക് നിങ്ങൾ അവർ തമ്മിലുള്ള ഹൈറ്റിൻ്റെ വ്യത്യാസം കണ്ടോ? ഈ ഹൈറ്റിൻ്റെ വ്യത്യാസത്തിൽ ഈ ലേഡിയുടെ പർദ്ദ ഈ പുള്ളിക്കാരൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ പുള്ളിക്കാരൻ്റെ ഒരു നമ്മുടെ മുക്കപ്പാൻറ്റ് പോലെ ഇരിക്കും. അല്ല, നമുക്ക് തിരിച്ച് ചിന്തിച്ച് നോക്കാം. ഈ സൈസുള്ള പർദ്ദയാണ് ഈ ലേഡി ഇടുന്നതെങ്കിൽ അവർ നമ്മൾ മഴക്കാലത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുമല്ലോ, അങ്ങനെ നടക്കേണ്ട ഒരു സാഹചര്യമാവും ഉണ്ടാകുക. അപ്പോൾ പർദ്ദ കണ്ട പക്ഷെ മനസ്സിലാക്കിയത് ഈ സൈസിൽ ആ പുള്ളിക്കാരൻ്റെ ഇവിടെ വരെയുള്ളൂ ആ ലേഡി എന്ന് പറയുന്നത്. എന്നിട്ടും പർദ്ദ രണ്ടുപേരും ഇടുമ്പോൾ ഒരു സൈസ്. നമ്മൾ ചില മാജിക് ആണല്ലോ, ഒരു ഗ്ലാസ്, വലിയൊരു ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ്, ഇതിലോട്ട് ഒഴിച്ചാലും വെള്ളം നിറയും, ഇതിലോട്ട് ഒഴിച്ചാലും വെള്ളം നിറയും. ആ ഒരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു ഇവരുടെ പർദ്ദ. ഇവരൊരു മാജിക് പർദ്ദയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തത് നിങ്ങൾക്ക് അവർ തരും. ലിങ്ക് ഇൻ ബയോ, അത് പറയാൻ വിട്ടുപോയി, മറ്റേ പർദ്ദയുടെ ലിങ്കേ. ഇത് നമ്മൾ ഇച്ചിരി ബാക്കിലോട്ട് പോകാതാട്ടോ. ആ പർദ്ദ ഇട്ട് കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഫിനിഷ് നോക്കിയാണ്. കാല് എവിടെ വരെ ആ പർദ്ദയുടെ നീളം വരുന്നുണ്ടോ? ഞാൻ
കണ്ടാ അത്രയും നീളമുള്ള പരദ ഇവർക്ക് 2 പേർക്കും ഒരേ സൈസ് ആവുമല്ലോ. ശരി, എന്തെങ്കിലും ആവട്ടെ. ഏതായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾ ദയവേത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. 97% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. നമ്മൾക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ ബൈ.